ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2024 ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ഈ മാസം അവസാനത്തോടു കൂടി ആരംഭിക്കും. അതാത് മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ ധനവകുപ്പ് സ്വീകരിച്ചതായി KN ബാലഗോപാൽ അറിയിച്ചു. അതുപോലെ ജനുവരി മാസം മുതലുള്ള 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക 2 ഗഡുക്കളായി കൊടുത്തു തീർക്കും. 2 ഗഡു ഈ സാമ്പത്തിക വർഷവും ബാക്കി 3 ഗഡു അടുത്ത സാമ്പത്തിക വർഷത്തിലും കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചട്ടം 300 അടിസ്ഥാനമാക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിലും ചില മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഓരോ സാമ്പത്തിക വർഷവും 2 ഗഡു കൊടുത്തു കുടിശ്ശിക തീർക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 2021 മുതൽ കേരളം കേന്ദ്ര വിവേചനം നേരിടുകയാണെന്നും ഇതിനാലാണ് വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾ കുടിശ്ശികയായി കിടക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളിലും കുടിശ്ശികയാണ്. സമയബന്ധിതമായി സർക്കാർ കുടിശ്ശിക നിവാരണം നടത്തും. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂട്ടാൻ സർക്കാരിന് പദ്ധതിയുണ്ട്. ഇതിനായി ചിലവുകൾ ചുരുക്കാൻ അതിശക്തമായി തീരുമാനമെടുക്കുന്നുണ്ട്. കടുത്ത ആവശ്യനിലയിലും സർക്കാർ ആവശ്യക്കാരെ കൂടെ ചേർക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.